കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. വയനാട് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് പോലും നമ്മൾ ആവശ്യപ്പെട്ട ഒരു തുകയും വയനാടിന് വേണ്ടി അനുവദിച്ചില്ല. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കിട്ടിയിട്ടില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തി എന്നത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാക്കി ഭയങ്കരമായ ഒരു മിഡിൽ ക്ലാസ് ബജറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അല്ലാതെ ആഴത്തിലുള്ള ഒരു സമീപനമില്ല. പുതിയ സർവേ എല്ലാം പുറത്തു വന്നപ്പോൾ അറിയാം സാമ്പത്തിക പുരോഗതി താഴേക്ക് പോരുകയാണ്. അപ്പോൾ വളരെ ഗുരുതരമായി കാർഷിക മേഖല, രാജ്യത്ത് മുഴുവൻ കാർഷിക മേഖല നേരിടുന്ന ഗൗരവമായ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാര്യവും ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജും ഇല്ല. അടിസ്ഥാനപരമായ വിഷയങ്ങളോട് പ്രൈമറി സെക്ടറിനോടും സെക്കൻഡറി സെക്ടറിനോടും എല്ലാം നിരുത്തരവാദിത്തപരമായ നിലപാടാണ് ഈ ബജറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. ബജറ്റ് ഇങ്ങനെയായാൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, മലയോര സമരയാത്ര UDFൻ്റെ ഇന്ന് ഇടുക്കി ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ് ഈ യാത്രയിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇടുക്കിയിൽ ആ വിഷയങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. കാരണം 1964 ചട്ടമനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. CHR പട്ടയ വിഷയം പ്രശ്നം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് കോടതിയും സ്റ്റേ ചെയ്യാനുള്ള കാരണം കേരള സർക്കാരിൻ്റെ നിരുത്തരവാദിത്തപരമായ നിലപാടാണ്. 64 നിയമവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണം തടഞ്ഞത് കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നതും കയ്യേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നത് രണ്ടായി തിരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശരിക്ക് ഗവൺമെൻറ് പറയേണ്ടിയിരുന്നത് കുടിയേറ്റക്കാർക്കാണ് പട്ടയം നൽകിയിരിക്കുന്നത് നിയമപരമായി. കയ്യേറ്റക്കാർക്ക് ആർക്കും പട്ടയം കൊടുത്തിട്ടില്ല. കയ്യേറ്റക്കാരുണ്ടാക്കിയിരിക്കുന്നത് വ്യാജ പട്ടയമാണ്. ആ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗവും CPM-കാരായതുകൊണ്ട് അവരുടെ പേര് പുറത്തു വരും എന്നതുകൊണ്ടാണ് ഗവൺമെൻറ് അത് കോടതിയിൽ ഹാജരാക്കാതിരുന്നത്. അപ്പോൾ കുടിയേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും കയ്യേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു ഉറച്ച നിലപാട് ഗവൺമെൻറ് കോടതിയിൽ സ്വീകരിച്ചില്ല. മാത്രമല്ല പുതിയ നിയമം വന്നു. അതായത് 64 നിയമം അനുസരിച്ച് പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമം വന്നു. നിയമം വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി, എത്ര മാസങ്ങളായി? അതിലൊരു ചട്ടം രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ആ കെട്ടിട നിർമ്മാണം വിവിധ സ്കെയിലുകളിലാക്കി ഈ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്നും ഫീസ് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ രീതിയാണ്. അതുപോലെ തന്നെ CHR-ൻ്റെ കാര്യത്തിൽ 2016 വരെയുള്ള മുഴുവൻ ഗവൺമെൻറ്റുകളും സ്വീകരിച്ചിരിക്കുന്ന ഒരു അപ്രോച്ചുണ്ട്. അത് റവന്യൂ ഭൂമിയാണ്. അതേപോലെ തന്നെ അതിലെ മരങ്ങൾ വനം വകുപ്പിൻ്റെയാണ്. ഇപ്പോൾ എന്തുപറ്റി? 2017 റവന്യൂ വകുപ്പ് പറഞ്ഞു ഈ 2,15,000 ഏക്കർ ഭൂമിയും വനഭൂമിയാണ് എന്ന നിലപാട് സംസ്ഥാനത്തെ വനം വകുപ്പ് എടുത്തു, ഗ്രീൻ ട്രൈബ്യൂണൽ. അത് കഴിഞ്ഞ് വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇത് മുഴുവൻ വനഭൂമിയാണ് എന്ന്. അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ വിവിധ കോടതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല CHR ഭൂമി 2,64,000 ഏക്കറാണ്. അത് 413 സ്ക്വയർ മൈലുണ്ട് എന്നുള്ള തെറ്റായ വിവരവും ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. അത്രയില്ല. അത് എല്ലാ രേഖകളും പരിശോധിച്ചാൽ 2,15,000 പല ഏക്കർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല റിസർവ് വനം അതിനകത്താണ്. 15,000-ലധികം ഏക്കർ റിസർവ് വനം അതിനകത്താണ്. ആ 15,000 ഏക്കർ ഭൂമി മാത്രമാണ് റിസർവ് വനമുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ റവന്യൂ ഭൂമിയാണ്. അപ്പം തെറ്റായ വിവരങ്ങളാണ്.
മാത്രമല്ല ഒരു സുപ്രധാനമായ കാര്യം കോടതിയെ അറിയിച്ചില്ല ഗവൺമെൻറ്, സുപ്രീം കോടതിയെ. 2009 സുപ്രധാനമായൊരു സുപ്രീം കോടതി വിധിയുണ്ട്. 20,000-ലധികം വരുന്ന ഹെക്ടർ CHRൽ പട്ടയം കൊടുക്കാനുള്ള വിധിയുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ, സത്യവാങ്മൂലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. 2009 സുപ്രധാനമായ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഈ ഗവൺമെൻറ്റാണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് പട്ടയഭൂമിയിലേക്കുള്ള സ്റ്റേയും 64 പട്ടയം അനുസരിച്ച് പട്ടയം വിതരണം നടത്താനുള്ള സ്റ്റേയും CHRലെ പട്ടയത്തിൻ്റെ സ്റ്റേയും തുടങ്ങി ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഭൂമിയായി ബന്ധപ്പെട്ട്. ഇപ്പോഴും വനഭൂമി നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് വന്നിട്ട് തന്നെ 12,000-ഓളം ഏക്കർ ഭൂമി ചിന്നക്കനാലിൽ ഉൾപ്പെടെ വീണ്ടും റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്തു. ഇനി ആളുകൾ എവിടെ പോയി താമസിക്കും? വനഭൂമി പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ ബഫർ സോണിൻ്റെ മതികെട്ടാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബഫർ സോണിൻ്റെ വിഷയമുണ്ട്. ബഫർ സോൺ സ്റ്റേറ്റിന് തീരുമാനമെടുക്കാം. തമിഴ്നാട് ഗവൺമെൻറ് 0 ബഫർ സോൺ പറഞ്ഞു. ഇപ്പോൾ കേരള ഗവൺമെൻറ് 1 കിലോമീറ്റർ ബഫർ സോൺ പറഞ്ഞിരിക്കുകയാണ്. വേറെ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആണെന്നും പറഞ്ഞ് ജനവാസമുള്ള പ്രദേശങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നു. ഒരുപാട് പട്ടയ പ്രശ്നങ്ങളുണ്ട്. ഇനിയും ഇടുക്കി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ പട്ടയം കൊടുക്കുന്നതിന് 10 ചെയിനിലെ പ്രശ്നങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ജണ്ട ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചതാ. ഇപ്പോൾ കൊടുക്കുന്നില്ല, എല്ലായിടത്തും പ്രശ്നമാണ് ഒരുപാട്. പിന്നെ ഏലത്തിൻ്റെ കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുന്നില്ല. എന്തെല്ലാം ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്, വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല. കാർഷിക മേഖലയിൽ വിലയിടിവുണ്ട്, കീടനാശിനിക്കും വളത്തിനും വില കൂടി കാർഷിക മേഖല വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. പിന്നെ വന്യജീവി ആക്രമണം, കൂനിന്മേൽ കുരുവന്നതുപോലെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളെക്കുറിച്ച് UDFന് കൃത്യമായ നിലപാടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. 64-ലെ പട്ടയം അത് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യുമ്പോൾ 1 രൂപ പോലും ഫീസ് ഈടാക്കാതെ ഞങ്ങൾ നിബന്ധനകളില്ലാതെ അത് റെഗുലറൈസ് ചെയ്യും. അതുപോലെ ജണ്ട ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളിലും പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും. CHRനെ സംബന്ധിച്ച് അത് റവന്യൂ ഭൂമിയാണ് എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന, പാവപ്പെട്ട മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന ഒരു തീരുമാനവും ഞങ്ങൾ എടുക്കില്ല. ഞങ്ങൾ അവരുടെ കൂടെയാണ്. അതുകൂടി ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മലയോര യാത്രയുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അത് എന്നിട്ട് അവർ പിന്നീട് വിവാദമായപ്പോൾ ഡീനോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതുവരെ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല. പിന്നെ 8 വില്ലേജുകൾക്ക് നിർമ്മാണത്തിന് NOC വേണമെന്ന് പറഞ്ഞു റവന്യൂവിൻ്റെ. ആ 8 വില്ലേജുകളിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടണമെങ്കിൽ റവന്യൂവിൻ്റെ NOC വേണം എന്ന് പറഞ്ഞു. എന്തെല്ലാം തരത്തിലാണ്. പിന്നെ 13 വില്ലേജ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളാണ് ഈ ജില്ലയിലെ പാവപ്പെട്ടവൻ്റെ തലയ്ക്ക് മീതെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവരവരുടെ പാർട്ടിക്കാരെ മാത്രം താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടിയത്? വയനാട്ടിലെ പുനരധിവാസ പ്രക്രിയയ്ക്ക് പോലും സഹായിക്കാൻ തയ്യാർ നിലപാടെടുത്തിരിക്കും. നോർമലായിട്ടുള്ളേ ഉള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞത്ത് തന്നിട്ടില്ല. വന്ദേ ഭാരത് അറിയില്ലേ, നേരത്തെ തന്നെ എത്ര സർവീസ് തുടങ്ങി ഏറ്റവും കുറവ് കേരളത്തിലാണ്. പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട്. ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ഉണ്ട്, അതിനിപ്പോൾ ഫിനാൻസ് കമ്മീഷൻ വന്നാലേ അറിയുള്ളൂ. നേരത്തെയുള്ള ധനകാര്യ കമ്മീഷനിൽ 2.5% കിട്ടിയിരുന്നത് 1.92 ഇപ്പോൾ. ഞങ്ങൾ ധനകാര്യ കമ്മീഷനിൽ പ്രതിപക്ഷവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ ഭൂമി കൊടുത്തിരിക്കുന്ന ആളുകളുടെ വലിയ സങ്കടമാണ്. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ഒരു ഡെവലപ്മെൻറ്റും നടക്കുന്നില്ല, റെയിലോട്ട് വരുന്നുമില്ല, ഭൂമിയോട്ട് വിൽക്കാനും പറ്റുന്നില്ല, പണയപ്പെടുത്താനും പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കും. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞല്ലോ, 2 രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്.
ഒന്ന് പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങൾ, വൻമതിൽ, കിടങ്ങ്, സൗരോർജ്ജ വേലി, ഹാങ്ങിങ് ഫെൻസിങ്, റെയിൽ ഗാർഡ്, ഇങ്ങനെയുള്ള. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഒരു രൂപ ഞാൻ നിയമസഭയിൽ എടുത്ത് കണക്ക് കാണിച്ചു, 1 രൂപ പോലും ഇക്കാര്യത്തിന് വേണ്ടി സർക്കാർ ചിലവാക്കിയിട്ടില്ല. ബജറ്റിൽ വച്ചിരിക്കുന്ന പണം ചിലവാക്കിയിട്ടില്ല, വളരെ കുറച്ച് പൈസ വെച്ചിട്ടുള്ളൂ. പദ്ധതിയിൽ വച്ചിരിക്കുന്ന പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല. 2, ലോകരാജ്യങ്ങളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും ഒരുപാട് മോഡേൺ മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വനഭൂമിയിൽ, വനാതിർത്തിയിൽ മൃഗങ്ങളുടെ ചലനങ്ങളുണ്ടായാൽ അറിയാനുള്ള സംവിധാനമുണ്ട്. അവർ വരുന്നു എന്നറിഞ്ഞാൽ വാണിംഗ് കൊടുക്കാം ജനവാസ പ്രദേശത്തേക്ക്. വരുന്ന മൃഗങ്ങളെ തിരിച്ച് കൃത്രിമമായ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിക്കാനുള്ള സംവിധാനങ്ങൾ. ഇതൊക്കെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ വനം വകുപ്പ് മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഞങ്ങൾ വന്യജീവി 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കൂടുതൽ പണം ചെലവഴിക്കണം. 2, ആധുനികമായ സങ്കേതങ്ങൾ ഏർപ്പെടുത്തണം. 3, കേന്ദ്ര വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം. ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കിസാൻ സഭയുടെ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്. 1972 ഉണ്ടാക്കിയ വന്യജീവി നിയമം അന്നത് ആവശ്യമായിരുന്നു. കാലാനുസൃതമായി ഇപ്പം എത്ര കൊല്ലമായി? ഇപ്പം 52 കൊല്ലമായി. 52 കൊല്ലം കഴിയുമ്പോൾ കാലാനുസൃതമായി അത് മാറ്റം വേണം. ലോകരാജ്യങ്ങളിലെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ കള്ളിങ് ഉണ്ട്. മൃഗങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടാണ്. ഇപ്പം എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായി എണ്ണം കൂടിയിരിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ചുമതല ആർക്കാ? സ്റ്റേറ്റിനല്ലേ. ആർട്ടിക്കിൾ 21 അടക്കം. അപ്പോൾ വന്യജീവികളെ ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ച് വെടിവെക്കാൻ പാടില്ല, സെൽഫ് ഡിഫൻസ് പാടില്ല എന്ന് പറയുന്നതിൽ മാറ്റം വരുത്തണം. ഇപ്പം തന്നെ വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാം. ഇപ്പോൾ കൊടുത്തല്ലോ വയനാട്ടിൽ. അതിൻ്റെ അടിയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് ഡെലിഗേറ്റ് ചെയ്യുക താഴേക്ക്. അത് അവസരമുണ്ട്. പക്ഷേ അത് കുറേ കൂടി വിശാലമായ രീതിയിൽ വന്യജീവി ഞങ്ങളുടെ എം പിമാരെല്ലാവരും അതിശക്തമായി പാർലമെൻറ്റിൽ ഇക്കാര്യം പറയും. പിന്നെ കഴിഞ്ഞ 3.5 കൊല്ലക്കാലം ഈ മലയോരത്തെ പ്രശ്നങ്ങൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന വിഷയം, ഒന്നാമത്തെ വിഷയം മലയോര ജനതയുടെ പ്രശ്നങ്ങളും 2ാമത്തെ വിഷയം തീരദേശത്തെ ജനങ്ങളുടെ വിഷയം. ഈ 2 കാര്യങ്ങളിലും ഞങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുണ്ട്. മലയോരത്തെ വിഷയം 6 അടിയന്തര പ്രമേയങ്ങളാണ് കൊണ്ടുവന്നത്. പിന്നെ നിരവധി കോളിംഗ് അറ്റൻഷനുകൾ, സബ്മിഷനുകൾ, പ്രസംഗങ്ങൾ. ഒറ്റ നിയമസഭാ സെഷനിൽ പോലും ഞങ്ങളിത് പറയാതെ പോയിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു, എയിംസ് ഇല്ല. എത്ര നാളായി പറയുന്നു? അതിനൊന്നും ഒരു വിലയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചല്ലോ.